146 के बाद ही जाना होगा। 146 के बाद 0 किलोमीटर है। आप गाड़ी का स्पीड 40 से ऊपर मत जाना। 40 से ऊपर में ऊपर गया तो स्पीड गया। ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇതാണ് നമ്മൾ താമസിച്ച മുറി. നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. ഇന്ന് പോകുന്നത് കാഠ്മണ്ഡുവിലേക്കാണ്. ഇവിടുന്ന് 800 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ പോകുന്ന വഴി കുറച്ച് സ്ഥലങ്ങളുണ്ട്, പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. കാഠ്മണ്ഡു എത്താൻ ഇനി 2 ദിവസം എടുക്കും നമ്മൾ. അപ്പോൾ ശരി, ഇനി റോഡ് കാണാം. $105.81. 1000. ഇപ്പോൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇത് ഡീസലിൻ്റെത്. ഡീസലിൻ്റെ വില കാണുന്നില്ലല്ലോ. ഗൾഫ് ലൂബ്രിക്കൻസ്. ഹാ 1000 900 2900 രൂപ. എൻ്റെ ബൈക്കിൻ്റെ സസ്പെൻഷൻ്റെ ബോൾട്ട് ഊരിപ്പോയി. അത് ആ ബോക്സുമായിട്ട് ഫിറ്റ് ചെയ്തിട്ടായിരുന്നു. ഈ ബോൾട്ട് ഊരിപ്പോയതാണ്. എങ്ങനെ ഊരിപ്പോയെന്നൊരു പിടിയില്ല. ഇപ്പം ആ ബോൾട്ട് കറക്റ്റ് ബോൾട്ടല്ല, അതുകൊണ്ട് ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ സാധനം മൊത്തം ഊരിപ്പോയി കഴിഞ്ഞാൽ സസ്പെൻഷന് പണി കിട്ടി കഴിഞ്ഞാൽ ഒരു 8ൻ്റെ പണിയോ. ഏതാ 25 രൂപയുടെ വെള്ളം, 20 രൂപയുടെ ചിപ്സ് ഈ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ എല്ലാം റെഡിയായി. ഇതാ ഇങ്ങനെയാണ് ശരിയാക്കി തന്നത്. അപ്പ് യു പി കാനാ, ഇത് യു പി ആണ്. അപ്പനാ തയ്യപ്പ് കിतना गया पैसा कितना गया? 20 രൂപ. വില കൂടുതലാണ്, ഒരു ബോൾട്ടിൻ്റെ വില അത്. എന്തായാലും നമ്മളെ മറ്റേ ടീംസൊക്കെ SBI നേപ്പാളിൽ നിന്ന് കാശ് എടുക്കാൻ പോയി. അത് നമ്മുടെ രൂപേ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിശാഖേട്ടൻ്റെ കാനറ ബാഗ്, പിന്നെ നമ്മുടെ കാനറ ബാഗ് തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നിധിയേട്ടൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ കാർഡായിരുന്നു കിട്ടി. എൻ്റെ മാസ്റ്റർ കാർഡ് SBIയുടെ കിട്ടിയില്ല, കാശ് കിട്ടിയിട്ടില്ല SBIയിൽ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ പോകും, അല്ലെങ്കിൽ വിശാഖട്ട് എക്സ്ട്രാ കാശ് എടുത്ത് നമുക്ക് എല്ലാവർക്കും തരും വായ്പ. എന്നിട്ട് അത് വെച്ചിട്ട് മുന്നോട്ട് പോകും എക്സ്ചേഞ്ച് ചെയ്തിട്ട്. ചായയും ബിസ്ക്കറ്റും. എങ്ങുണ്ട് ബിസ്ക്കറ്റ്? ഹോം മെയ്ഡ് ബിസ്ക്കറ്റ് അല്ല, ഹോം മെയ്ഡ് ബിസ്ക്കറ്റ്.
അങ്ങനെ ചായ കുടിച്ച് ബിസ്ക്കറ്റും വാങ്ങി. ബിസ്ക്കറ്റിന് 50 റുപ്യ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ്, കട്ടി ബിസ്ക്കറ്റ്. പിന്നെ ചായ നല്ല ചായ, ഒരു ചായക്ക് 15 റുപ്യ, 45. ആ അത് നേപ്പാളി കറൻസി ആട്ടെ മൊത്തം പറയുന്നത്. എനിക്കിത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ടാണ് നേപ്പാളി കറൻസി പറയുന്നത്. ഇത് നേപ്പാളിലെ ഒരു റിസർവ് ഫോറസ്റ്റാണ്. ഇൻ്റർനാഷണൽ ഫോറസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത്യാവശ്യം സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വന്ന ഉടനെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ യാത്ര. ഇതാണ് 11 മിനിറ്റ് ആവുന്നു, 11-12 മിനിറ്റ് ആവുന്നുള്ളൂ. അതിനകം തന്നെ 1-2 സൈറ്റിങ്സ് കിട്ടി. കുരങ്ങന്മാരുടെയും പിന്നെ മാന്, മ്ലാവ്, അതുപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടി. പിന്നെ ഇവിടെ ആനയുണ്ട്, കടുവയുണ്ട്. സ്പീഡ് ലിമിറ്റ് 40ആണ്, 35-40 ഇവിടുത്തെ സ്പീഡ്. ഇതിൻ്റെ ഇടയിൽ വേണം നമ്മൾ പോകാൻ. നമുക്കൊരു ടൈം കാർഡ് വന്നിട്ടുണ്ട്. ഏത് ചെക്ക് പോസ്റ്റിലെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ക്യാമറ ഓഫാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും റെക്കോർഡ് ചെയ്യാതിരുന്നത്. പറഞ്ഞ ടൈമിൻ്റെ അകം, അതായത് നമുക്കിപ്പോൾ ടൈം കിട്ടിയേക്കുന്നത് 1:06 അവിടെ തിരിച്ചെത്താനാണ്. 1:06 മുന്നെയോ ശേഷമോ എത്താൻ പാടില്ല. അതായത് 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായാൽ കുഴപ്പമില്ല. പക്ഷേ അതിന് കൂടുതലായി കഴിഞ്ഞാൽ 5-10 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫൈനുണ്ട്. 3 വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ. ആ 3 വണ്ടി ഒന്നിച്ച് തന്നെ അവിടെ എത്തും വേണം. നല്ല വൃത്തിയുള്ളൊരു ഫോറസ്റ്റ് ആട്ടോ ഇവിടെ. നല്ല അത്യാവശ്യം ക്ലീൻ, നല്ല ശുദ്ധവായുവാണ് ഇവിടെ. ഒന്നും പറയാനില്ല, ക്ലീൻ. ഹെൽമെറ്റും പൊക്കിയിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. നേപ്പാളിൽ ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ട് എനിക്കധികം ഒന്നും മോശം റോഡ് എവിടെയും കിട്ടിയില്ല. ആകെ ടൗണിലും പിന്നെ ഇൻ്റർസെക്ഷൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമേ മോശം റോഡുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി റോഡായിരുന്നു. നമ്മൾ 80-90 അടിച്ചു വിടിയിരുന്നു. പെട്ടെന്നാണ് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, അതായത് വിചാരിച്ചതിനെക്കാട്ടി പെട്ടെന്ന് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ മെല്ലെ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഫോറസ്റ്റ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഫോറസ്റ്റാണ്. അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 25 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. फाइन 146 के बाद ही जाना होगा। 146 के बाद 13 किलोमीटर है। आप गाड़ी का स्पीड 40 से ऊपर मत लेना। 40 से ऊपर में ऊपर गया तो स्पीड गया, आप जल्दी पहुँचेंगे उधर। 40 के बाद ही जाना। 40 में ना आपके आप पूरा पहुँच जाएगा ना। 40 മുകളിൽ പോയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ വരണം. ബന്ദിപ്പൂരിലും മുത്തങ്ങയിലും ഇല്ല, തീരെ ഡേഞ്ചർ ഇല്ല ഇത്. പക്ഷെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറെ. വാവ്, സൂപ്പർ സൂപ്പർ. വിശാലമായ പുഴ, നല്ല അടിപൊളി പുഴ കേട്ടോ. അവിടെ ഒരു ഡാം കിടക്കുന്നുണ്ട് നേരെ മുന്നിൽ. ഡാമാണെന്ന് തോന്നുന്നു. ഇതൊരു ഡാമാണ്.
ഈ ഒരു കരാറ് പ്രകാരം ഉണ്ടാക്കിയ എന്തോ സംഭവമാണ്. 97 മുതൽ 2000 ഇടയിൽ വരെ നടന്നെന്തോ സംഭവമാണ് പ്രോജക്റ്റ്. 22 ബിൽഡിനെ കാണിക്കുന്നുണ്ട്. ഏതായാലും നേപ്പാള് ആ പ്രോജക്റ്റ് ഈ ഇവിടം വരെ ഉള്ളൂ. അത് ആ പ്രോജക്റ്റ് ഇതിൻ്റെ അപ്പുറം ഇല്ല. എൻ്റെ പ്രോജക്റ്റിനാണ്, വേറെ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ കൊഹൽപൂർ എത്തി. കൊഹൽപൂർ ടൗണിലേക്ക് ഇനി 5 കിലോമീറ്ററും കൂടി ഈ ഒരു റൗണ്ട് പോട്ടും കൂടി കടന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടൗണെത്തി. നിതുവും വിശ്വാഘേട്ടനും അവിടെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇന്ന് മിക്കവാറും കൊഹൽപൂർ തന്നെയായിരിക്കും സ്റ്റേ. സിം എടുക്കണം, ഭക്ഷണം കഴിക്കണം, അല്ല റൂം എടുക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എൻ്റെ ATM ഉപയോഗിച്ച് ഇവിടെ എവിടെയെങ്കിലും കാശ് കിട്ടുമെന്ന് നോക്കണം. കിട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ യാത്ര അതനുസരിച്ചിട്ട് ദിവസം കുറക്കേണ്ടി വരും. അതായത് 8 ദിവസം എന്നത് മിക്കവാറും 5-6 ദിവസത്തിൽ ചുരുക്കേണ്ടി വരും. സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ ലുംബിനി പിടിക്കുകയാണ്. 7 മണിക്കുള്ളിൽ ലുംബിനി പിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം നല്ലൊരു ഹോട്ടലിൽ കണ്ട ഭക്ഷണം കഴിക്കാൻ നിർത്തണം. പിന്നെ എൻ്റെ ബൂട്ട്സ് കൊണ്ട് നല്ല ചൊറയാണ്. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടോ ബൂട്ട്സ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. കാരണം ഇതിപ്പോൾ 2ാമത് വട്ടം. ഇന്നലെ ഇതേപോലെ വീണു റോഡിലേക്ക്, ഇന്നും വീണു. ഇങ്ങനെ വീണുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, ഡേഞ്ചറാണ്. അതാണ് ഇപ്പം നമ്മുടെ വിശാഖേട്ടനും പിന്നെ നിതുവും കൂടി വൈകിപ്പോയത്. അതെടുക്കുകയായിരുന്നു. കൊഹൽപൂർ ടൗണാണിത്. കുഴപ്പമില്ല, തിരക്കടില്ലാത്ത നല്ല ടൗൺ. ഭക്ഷണം കഴിക്കണ്ടേ? അവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ കുറച്ച് നല്ലത് കാണുന്നുണ്ട്, വലുത്. അവിടെ വില കൂടുതലായിരിക്കും അല്ലേ? നമുക്ക് ഇവിടെ കയറാം. എന്നാലേ ഇതാ ഇവിടെ കയറിക്കോ. നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു മുട്ട കിട്ടി. എന്താ ചപ്പാത്തിയോ റൊട്ടിയോ, എൻ്റെ പേരെന്താണോ? ചപ്പാത്തി അങ്ങനെ പപ്പടം പോലെ, പപ്പടം പോലെ ഉണ്ട്. മുട്ടക്കറി എങ്ങനെ വെച്ചാൽ കേട്ടോ. പുറത്ത് ഇതുവരെ കഴിച്ചാൽ വണ്ടോ വണ്ട ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കറിയിൽ വണ്ട്. വിറ്റാമിൻ A മുതൽ Z വരെ അതിനകത്ത് ഉണ്ടായിട്ട് കഴിക്കാം. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇത് കൊഹൽപൂർ ഇൻ്റർസെക്ഷൻ എത്തിക്കഴിഞ്ഞ് ലുംബിനിയിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മുന്നിൽ. ഭക്ഷണമൊക്കെ അബദ്ധമായിരുന്നു. എന്താ ചെറിയൊരു ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണക്കറി ഓക്കെ ആയിരുന്നു, മുട്ടക്കറി ഓക്കെ ആയിരുന്നു, ബാക്കിയെല്ലാം അബദ്ധമായിരുന്നു.
എന്താ പണിയും കഴിഞ്ഞ് മഴയത്ത് വീട്ടിലേക്ക് പോകുന്നതാണ്. പല ടിപ്പർ ലോറിയും ബാക്കിൽ ടാർപോളിയും കെട്ടിയിട്ട് പോയിന്ന്, പാട്ടും പാടിയിട്ട് പോയിന്ന്, പെട്രോളിക്ക് നിർത്തിയത്. നല്ല മഴയാ, നല്ല അടിപൊളി തിന്നം കാഴ്ച മഴ. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിച്ചു. നല്ല മഴയാണ്, ഇടിയും മഴയാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ലുംബിനിയിൽ നിന്ന് ഏതാണ്ട് 110 കിലോമീറ്റർ ബാക്കിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. നാളെ രാവിലെ തന്നെ ലുംബിനി പോയി നമ്മുടെ ബുദ്ധയുടെ ജന്മനാടാണ്. നാളെ ലുംബിനിയിൽ കുറച്ച് സൈറ്റ് വിസിറ്റിംഗ് ഒക്കെ ഉണ്ട്. ബുദ്ധൻ്റെ ജന്മനാടാണ്, അപ്പോൾ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മളുടെ റൂം. നമ്മുടെ നാട്ടിലത്തെ ഏതാണ്ട് ഒരു 1000 ഉറുപ്പ്യക്കുള്ളിൽ നമുക്ക് റൂം കിട്ടി. AC റൂമാണ്, കുഴപ്പമില്ല. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാണിച്ചു തരാം. ഭക്ഷണത്തിൻ്റെ വില കൂടുതലാണ്, അത്യാവശ്യം വില കൂടുതലാണ് ഭക്ഷണത്തിനൂടെ. ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്താണ്. അങ്ങനെ നമ്മളുടെ ഭക്ഷണം എത്തി. ഇതാണ് ചിക്കൻ ഗ്രേവി, 300 നേപ്പാളി. ഇത് 300 ചിക്കൻ ഫ്രൈ ആണ്. ഒരു 12 ചപ്പാത്തിയും പിന്നെ ഫ്രൈ, സലാഡ്, ചായ, 2 ചായയും കൂടി വരാണ്ട്. പ്ലേറ്റ് എത്തിയിട്ടില്ല. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി കുഴപ്പമില്ല. ചിക്കൻ കറിയിൽ വെള്ളം നല്ല ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മസാല ഉണ്ട് ശരിയായില്ല. ചിക്കൻ നോട്ടെ. സൂപ്പർ, കുഴപ്പമില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അവസാനമായി ആ ബെല്ലൈക്കൺ കൂടി